എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇങ്ങനെ യൂറോപ്പിലെത്തിയ ഭർത്താക്കന്മാരെങ്ങനെ ജയിലിലാകുന്നു. ആ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളവരിൽ ഒരു 5 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ഫാമിലീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അതിന് ആ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂയിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഡിബേറ്റും കമന്റുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്നിപ്പോ 1 മണിക്കൂർ മുമ്പ് ഒരു കമന്റ് വന്നിരുന്നു. അപ്പോൾ കമന്റുകളിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ആണ് ജെൻസ് മെയിലായിട്ടുള്ളവരുടെ അടുത്തും ഫീമെയിൽ ആയിട്ടുള്ള കമന്റുകളുണ്ട്. പക്ഷേങ്കിൽ ഈ കമന്റുകളൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അപഗ്രഥിച്ച് നോക്കുമ്പോൾ നമ്മൾ വീണ്ടും വേറൊരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ വീണ്ടും അടിമകളാണോ എന്നുള്ളൊരു സംശയം ഈ ഒരു കുറേ കമൻറ്റുകൾ ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്യാൻ ഇതിൻ്റെ അത് ഇടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു ടോപ്പിക്കാട്ടോ ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ശരിക്കും അതിഗഹനമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു, അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ലണ്ടൻ വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നെല്ലാവരും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനും പറയുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് വരാം. യൂറോപ്യൻ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഒരുപക്ഷെ പണ്ടൊക്കെ ഉള്ള ഫാമിലീസിൽ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നതായിരിക്കും. ചിലപ്പോൾ അവരൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 20 വർഷം കഴിഞ്ഞിട്ടുള്ള സീനിയർ ആയിട്ടുള്ളവരൊക്കെ ഓൾമോസ്റ്റ് ഒരു വീടും 2 വീടൊക്കെ മേടിച്ച് ഇവിടെ സെറ്റിലായി, മക്കളൊക്കെ ഇവിടുത്തെ ആ ഒരു കൾച്ചറിലേക്ക് അഡാപ്റ്റായി. നിവൃത്തികേട് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഭർത്താക്കന്മാർ. ഇപ്പോൾ എൻ്റെ ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് നമ്മൾ ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ റോട്ടിലൂടെ ഞാനും മക്കളും കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരു റോഡ് സൈഡിൽ ഒരു ചേട്ടൻ പരിചയപ്പെടാനായിട്ട് മലയാളി. അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് മലയാളിയാണല്ലോ, എവിടെയാ വീട് എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കോതമംഗലത്താണ് കേട്ടോ. ആ പക്കം കുറഞ്ഞ് കുറിയ കോതമംഗലക്കാരിയുടെ കെട്ടിയവനാണോ പുതുതായിട്ട് വന്നിട്ടെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വളരെ ഫാസ്റ്റായിട്ട് പുള്ളി എന്നോട് ചോദിക്കും. ആ ഒരു ബന്ധം ഇന്നും സ്നേഹബന്ധം തുടരുന്നുണ്ട് കേട്ടോ, 3 വർഷം. അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആദ്യം നമ്മളോട് ഭാര്യമാര് പറയും നിങ്ങൾ പറയുന്നൊന്നും ശരിയല്ല എന്ന്. കുറച്ചാൾ കഴിയുമ്പോൾ ഒരു 10-15 വയസ്സ് മക്കൾക്ക് കഴിയുമ്പോൾ മക്കൾ പറഞ്ഞു തുടങ്ങും നിങ്ങളൊന്നും പറയണത് ശരിയല്ല, ഇവിടുത്തെ രീതി ഇങ്ങനെയാണെന്നൊക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതൊക്കെ അടിച്ച് വല്ലപ്പോഴും ഒരു ബിയറൊക്കെ മേടിച്ചടിച്ച് അങ്ങ് ഒതുങ്ങി കൂടി അങ്ങ് ജീവിക്കും. എന്ന് വെച്ചാൽ ഒരു 20 വർഷത്തോളം ആയിട്ടുള്ള ഒരാളുടെ കാഴ്ചപ്പാടാണ് കേട്ടോ പറയണത്. അപ്പോൾ ആദ്യം ഭാര്യമാർ. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടൊരു 5 വർഷമായിട്ടുള്ളൂ. 5 വർഷമായിട്ടില്ല, 3 വർഷം കഴിഞ്ഞു 5 വർഷം. അപ്പോൾ ഈ 5 വർഷത്തിനുള്ള ഫാമിലീസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാര്യമാരാണ് കുറ്റപ്പെടുത്തുന്നത് ഭർത്താക്കന്മാരെ. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യണില്ല, നിങ്ങൾ ബില്ലടയ്ക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ നമ്മളോട് തിരിച്ചു പറയും. കാരണം ഇവർ സ്കൂളിൽ ഈവൻ ഒരു ടീച്ചറെ പോലും നമുക്ക് പേര് വിളിക്കാവുന്ന ഒരു കൾച്ചറുള്ള ഒരു സ്ഥലമാണത്. അത് നല്ലതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അത് നല്ലതാണ്. കാരണം നമുക്ക് വേറെ ഒരാളെ സാറേ എന്നും പറഞ്ഞുകൊണ്ട് പുറകെ വിളിച്ചുകൊണ്ട് നടക്കേണ്ട, നേരെ പേര് വിളിച്ച് സംസാരിക്കാം. അതൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു ടോപ്പിക്ക് വന്നപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എടുത്തു. അപ്പോൾ നമ്മൾ അടിമകളായിട്ടാണോ ഇപ്പോൾ ഇവിടെ ജീവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറേ കൊല്ലം മുമ്പ്, പക്ഷെ എന്ത് പ്രയോജനം, നമ്മൾ വീണ്ടും ഇവിടെ വന്നു. അവർ നമ്മളെ എടുത്തുനിന്ന് പോകുന്നെങ്കിലും നമ്മൾ അവരെ തേടി ഇവിടെ വന്നു, എന്നിട്ട് നമ്മളിവിടെ അടിമപ്പണി എടുത്തുകൊണ്ട് നടക്കുന്നു. ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺസ്കിൽഡ് ജോബുകൾ ചെയ്യേണ്ട, നിവൃത്തികേട് കൊണ്ട് ചെയ്യേണ്ട വ്യക്തികളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഡയലോഗാണ് കേട്ടോ. അപ്പോൾ 1-2 പേരോട് ഞാനിങ്ങനെ സംസാരിക്കും. കുറച്ച് പേര് എനിക്ക് കമന്റ് അയച്ചവരോട് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഭർത്താക്കന്മാരായിട്ടുള്ള ഒരു സമൂഹം ഇവിടെ പഴയവരെ 20 കൊല്ലം മുമ്പുള്ളവരായിക്കോട്ടെ, 10 കൊല്ലം മുമ്പുള്ളവരായിക്കോട്ടെ, ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് വന്നവർ, അൺസ്കിൽഡ് ജോലികൾ ചെയ്യുന്നവർ ഒരു മനുഷ്യൻ പോലും സാറ്റിസ്ഫൈഡ് അല്ല. അവരുടെ ഉള്ളിൽ നിന്നുമല്ല, അവരിന്നും നമ്മൾ ഈ ഒരു അടിമകളാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. ഓരോ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വ്യക്തികളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണെന്നും എത്രത്തോളം അവൻ്റെ ഉള്ളിൽ തിങ്ങി വീങ്ങിയാണ് പോണത്. പിന്നെ ഈ പോണ വഴിയിൽ ഏതെങ്കിലും ഒരു ബിയർ പാർലറൊക്കെ കാണുകയാണെങ്കിൽ അവിടെ കയറി 2 അടിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ഓക്കെ ആയി. പിന്നെ അവൻ റിലാക്സ് ആയി വീട്ടിൽ ചെന്ന് മക്കളോടൊക്കെ സംസാരിച്ചു. ചില മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബാറിലൊക്കെ പോയി തുടങ്ങിയ മക്കളാണെങ്കിൽ പറയേ വേണ്ട, അവരോടൊക്കെ നമ്മൾ അനുവാദം ചോദിക്കണം. മോനെ നിനക്ക് ചോറ് വേണോടാ,
എന്നൊക്കെ നമ്മൾ അനുവാദം വേണമെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഡർ ഇടല്ലേ, വേണമെങ്കിൽ ഒരു വന്ന് ഇരുന്ന് കഴിച്ചാടാന്ന് പറയില്ല. ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല. മോന് താല്പര്യം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ മോന് താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോ. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്. ആ ഇൻഡിപെൻഡൻസി നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ആ ഇൻഡിപെൻഡൻസി ഇപ്പോൾ അത് നല്ലതല്ലേ ശരിക്കും. അങ്ങനെ ആ ഒരു ഇൻഡിപെൻഡൻസിയെ കുറിച്ചിട്ട് നമുക്ക് ഒരു ടോപ്പിക്കിൽ സംസാരിക്കാം. അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടോപ്പിക്ക് ഈ ഓരോ അൺസ്കിൽഡ് ജോലി ചെയ്യുന്നവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ അതേ നാണയത്തിന്റെ ഇപ്പോൾ ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ 2 സൈഡ് ഉണ്ടല്ലോ, അതിന്റെ മറ്റേ സൈഡ് നോക്കുവാണെങ്കിൽ നാട്ടിലെ ഭാര്യമാർ ഒരു പണിയും പോകാറില്ല. ഒരു 90% ഇന്ത്യൻ യുവതികൾ പണിക്ക് പോകല് കുറഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോഴും ദാരിദ്ര്യത്തിൽ ജീവിക്കണം. ഇൻഡിപെൻഡൻസി ഇല്ലാത്തതുകൊണ്ടാണ് കെട്ടിയവൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ കൊടുക്കുന്ന പൈസ കൊണ്ട് ജീവിച്ച് വളരാൻ പാകത്തിന്. പുതിയ തലമുറയിൽ ഒരു ചേഞ്ച് വന്നു. നിവൃത്തികേട് കൊണ്ടൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ട്, പിന്നെ കെട്ടിയവന്മാർ വിടാത്തവരുണ്ട്, മക്കൾ വിടാത്തവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും സ്വന്തമായിട്ടൊരു 100 രൂപ പണിതുണ്ടാക്കുന്ന കർമ്മന്മാരുടെ കയ്യിൽ ആ ഒരു സെറ്റപ്പ് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നാണയത്തിന്റെ സൈഡ് ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള അൺസ്കിൽഡ് ആയിട്ട് ജോലികൾ ചെയ്യുന്നവരെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരോട് ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത്, എൻ്റെ പൊന്ന് സിബിച്ചേട്ടാ, ഒരു ജോലിയും കിട്ടുന്നില്ല. ഈ കടയിൽ പോയിട്ട് പാത്രം കഴുകാനും, ദിലീപിന്റെ സിനിമയിൽ പറഞ്ഞ പോലെ തറ തുടയ്ക്കാനും, അതുപോലെ തന്നെ ഈ എച്ചിൽ പാത്രങ്ങൾ പോരാനും, അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ ജോലിയാണല്ലോ ചെയ്യണത്. പിന്നെ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ റിലേഷൻ അല്ല, എന്നാലും ചേട്ടൻ എന്നൊക്കെ ഇപ്പം വിളിക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു റിലേഷൻ. എൻ്റെ പൊന്ന് ചേട്ടാ, ഈ എന്നാ പറയണ, ഗോഡൌണില് വെയർ ഹൗസിൽ, അതാ ഡയലോഗ്, വെയർ ഹൗസിൽ ഈ പെട്ടി എടുത്ത് വെച്ച് കാട്ടനെ വെയർ ഹൗസ് ജോലികൾ ചെയ്ത് മടുത്തു. അവർ സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ ഓരോരുത്തർക്കും അതൊക്കെ അൺസ്കിൽഡ് ജോലികളാട്ടോ. ഈ അൺസ്കിൽഡ് ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഡയലോഗുകൾ കേൾക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇതിന്റെ മറ്റേ സൈഡിലത്തെ അപ്പുറത്തെ സൈഡിലത്തെ കോയിൻ ഉണ്ടല്ലോ, ഈ പെണ്ണുങ്ങള്, ഭർത്താക്കന്മാര് മെയിൻ ആപ്ലിക്കന്റ് ആയിട്ട് വന്നിട്ടുള്ളവര്, പെണ്ണുങ്ങളായിട്ടുള്ളവർ, അതിലും ജോലിക്ക് പോവാത്ത ഒത്തിരി നാട്ടിലെ പോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ഒരു വിഭാഗം കുറെ പേരുണ്ട് കേട്ടോ. അവർ ഭാഗ്യവാന്മാരെന്ന് വേണമെങ്കിൽ പറയാം. ആ ഭർത്താവിന്റെ ശമ്പളത്തിൽ ഒതുങ്ങിക്കൂടി ഒരാളുടെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ശമ്പളം ഫുള്ള് ചെലവായിരിക്കും ഇവിടെ, ഒന്നും മിച്ചമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ മിച്ചമില്ലാത്ത ജീവിതം പോലും അവർ ആസ്വദിക്കാൻ പറ്റുന്നതുകൊണ്ട് അവരുടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം ഭാര്യമാര് മെയിൻ ആപ്ലിക്കന്റ് ആയിട്ടുള്ള ജോലികൾക്ക് പോകുന്നവരും, സ്കിൽഡ് ജോലികൾ അവരുടെ പഠിച്ചതിൻ്റെ ആയിട്ടുള്ള വൈറ്റ് കോളർ ജോലികൾ അവർക്ക് കിട്ടുന്നു. അവർ ആ ജോലികൾ ചെയ്യുന്നു. വൈറ്റ് കോളർ ജോലി എന്ന് ഉദ്ദേശിച്ചത് ആ പഠിച്ചതിന്റെ ജോലി എന്നാട്ടോ ഉദ്ദേശിച്ചല്ലാണ്, മോശമായിട്ടുള്ള ഇതല്ല. അവർ ആ ഒരു കാറ്റഗറിയിലുള്ളവരൊക്കെ ഒത്തിരി കമന്റ് എൻ്റെ ഇതിൽ വീഡിയോസിന്റെ താഴെ നിങ്ങൾ കമന്റ് വായിച്ചു നോക്കി കഴിയാൻ പറയും, ചേച്ചിമാർ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആണ്, എന്തിനാണ് മോൻ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ചേച്ചി കമന്റ് എഴുതിയിട്ടുണ്ട്. ഏത് ചേച്ചിയാണെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ പറഞ്ഞ പോലെ അൺസ്കിൽഡ് ജോലികൾ നിങ്ങളാണെങ്കിൽ ചെയ്യുമോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ നിങ്ങൾ ഇതുപോലെ കുത്തുവാക്കുകളും പോലീസിനെ കൊണ്ടൊക്കെ പിടിപ്പിക്കുമെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ വീട്ടിലെ കഥയല്ലാട്ടോ ഈ പറയണത്, ഈ കമന്റുകളിലൂടെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കോയിനിന്റെ ലേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള, പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഭാഗം പറയണ ഒരു ആർഗ്യുമെന്റിന്റെ അകത്തുള്ളൊരു പോയിന്റ് ഞാൻ ശരിക്കും എന്നെ ഇതായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ ഒരു പണിക്കും പോവാതെ വീട്ടിൽ കെട്ടിയവൻ തരുന്ന പൈസയും കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നവർ ഇവിടെ വന്ന് സ്വന്തമായിട്ട് 12 മണിക്കൂറിന്റെ ലോങ് ടൈം ചെയ്ത് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഫുൾ ഡേ പണിയും ചെയ്ത് ചിലപ്പോൾ ഒരു ദിവസം ബാങ്കിങ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞിട്ട് ബില്ലുകളെല്ലാം അവർ പണിയെടുക്കണം, പൈസ മുഴുവൻ ബില്ലടയ്ക്കണം, അവരുടെ പൈസ കൊണ്ട് ബില്ലുകൾ അടയ്ക്കണം, വാടക കൊടുക്കണം, എന്നിട്ട് മുറുമുറുപ്പോ പട്ടിക്ക് മുറുമുറുപ്പോ എന്ന് ഒരു ചേച്ചി എന്നോട് മെസ്സേജ് അയച്ചാ. എന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾ ഈ ബില്ലുകളെല്ലാം കൊടുക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ മിച്ചമൊന്നും ഉണ്ടാവാൻ പോണില്ല, എന്നിട്ട് കെട്ടിയന്മാർ പോയി കള്ളും കുടിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സത്യമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നാട്ടിൽ ഇതൊന്നും ചെയ്യാതെ വീട്ടിലെല്ലാം സുഖമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് പണിയെടുക്കേണ്ട വന്നു, കുറച്ച് ബില്ലുകൾ അടയ്ക്കേണ്ട വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരാതി എന്നുള്ള ഒരു വിഭാഗം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കമന്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കമന്റുകൾ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളും ഫ്രസ്ട്രേഷനും എല്ലാം നിങ്ങൾ മെസ്സേജായിട്ട് എഴുതുക. ഒരു ചേച്ചി അതിൻ്റെ അകത്ത് ഒരു ലേഡീസാണ്, പേരൊന്നും പറയാൻ പറ്റില്ല, അവർ വളരെ ദയനീയമായിട്ട് പറയുകയാണ്, ചേട്ടാ പണിക്ക് പോകണം, പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടണം, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന് വിടണം, അത് കഴിഞ്ഞിട്ട് വീട്ടിലെ പണികൾ എടുക്കണം, അത് കഴിഞ്ഞ് ബില്ലുകൾ അടയ്ക്കണം, കറണ്ട് ബില്ല് ചെയ്യണം, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കെട്ടിയവൻ വൈകുന്നേരം കള്ളും കുടിച്ച് ഇടിയും കൂടി തന്നു കഴിയുമ്പോൾ എന്നാട്ടാ ചെയ്യണേ, അറിയാതെ പോലീസിന് വിളിച്ചു പോകണതായിരിക്കും എന്നൊരു സങ്കടപ്പെടുത്തുന്ന ഒരു ഡയലോഗും കൂടി അതിൻ്റെ അകത്ത് വന്നു കേട്ടോ. അങ്ങനെയുള്ള പുരുഷന്മാരോട് ഞാൻ പറയണം, എൻ്റെ പൊന്നു കൂട്ടുകാരന്മാരെ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നാട്ടിൽ പോടാവേ, എന്തിനാണ് ഇവിടെ കിടന്നിട്ട് ഈ പാവങ്ങളെ പിടിച്ചിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ളവരാണ് ഇവിടെ നിൽക്കണ്ടെന്നേ.
നമുക്ക് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ഷെയർ ചെയ്ത് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ വീഡിയോ പറഞ്ഞ പോലെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സഹകരിച്ചൊക്കെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി. അല്ലാത്തവൻ നാട്ടിൽ പോയി നമുക്ക് റബ്ബർ വെട്ടി ജീവിക്കാൻ പാടില്ല, എന്തിനാണ് ഇവിടെ വന്ന് ഈ അടിമപ്പണി എടുക്കുന്നത് എന്ന് ഉള്ള മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ആയിട്ട് നമുക്ക് ഇന്നും സ്വാതന്ത്ര്യമില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗോ ബാക്ക്. അവിടേക്ക് നാട്ടിൽ പോവുക, നമ്മുടെ നാട്ടിൽ അന്തസ്സായിട്ട് ടൈല് പണിക്കോ മാർക്ക പണിക്കോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഉള്ള സ്കിൽഡ് ജോലികൾക്കോ എന്തിനു പോയാലും നമുക്ക് അതൊരു വലിയ ഇതാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ പൊന്ന് സുബിച്ചേട്ടാ, നമുക്ക് നാട്ടിൽ കുറച്ച് പൈസ കിട്ടിയാലും മനസമാധാനത്തോട് ജീവിക്കാലോ. എന്തിനാണ് ഇവരുടെ ആട്ടും തുപ്പും കേട്ടോണ്ട് ഇങ്ങനെ ജീവിക്കണമെന്ന് പല സമയം എന്നൊക്കെ തോന്നിയാൽ പോലും ഇവരാരും പോവാത്ത എന്നാന്നറിയോ, കിട്ടുന്ന പൈസയുടെ മൂല്യം ഭയങ്കരമാണ് കൂട്ടുകാരാ. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കൂലിപ്പണിക്ക് അൺസ്കിൽഡ് ആയിട്ടുള്ള പണിക്ക് പോയാലും മണിക്കൂറിന് 1200 കിട്ടും. നാട്ടിൽ കിട്ടുമോ? അപ്പോൾ ഈ കഥനം ഒക്കെ സഹിച്ച് ഇവിടെ ഓരോ പുരുഷന്മാരും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും ഇവിടെ ഈ അന്യരാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പണം എന്നുള്ള ഒരു കാര്യം മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് പ്രവാസിയായിട്ട് ഇപ്പോൾ നമ്മുടെ വിമാനമൊക്കെ തകർന്ന് ഓരോരുത്തരും നാട്ടിൽ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇങ്ങോട്ട് വരാതിരുന്നവരാണ് മരിച്ചു പോയത്. തിരിച്ചു പോകുമ്പോഴും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ ആയിരിക്കും. കുറേയൊക്കെ കൊണ്ടുപോകാൻ പറ്റും കെട്ടിച്ചോന്നുകൊണ്ടെന്ന് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ. ഗൾഫിലോട്ട് പോകുന്നവർക്കൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും കുറച്ച് പണം സമ്പാദിക്കാം, നാട്ടിൽ പോയിട്ട് സെറ്റിൽ ആവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് റിട്ടയർമെന്റ് ലൈഫ്. ഇവിടേക്ക് വരുന്നവർ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ഒച്ചപ്പാടും പോലീസും ഇടിയും കുത്തൊക്കെ ആയിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കണേ? അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കണം എന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായങ്ങളില്ല. നിങ്ങൾക്ക് അടിമകളായിട്ട് ഇവിടെ ജീവിക്കാവുന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു അപകർഷതാബോധം തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. എത്രയും നേരത്തെ ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ പിറക്കി കൂട്ടിക്കൊണ്ട് അവനവൻ്റെ വീട് പിടിക്കുക എന്നുള്ള കാര്യമാണ്. അല്ലാതെ ഇവിടെ കിടന്ന് തമ്മിത്തല്ലുണ്ടാക്കി ഇവിടെ കെട്ടിയവന്മാർ സഹിയിട്ട് കഴിയുമ്പോൾ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ കെട്ടിയവന്മാർ സഹിയിട്ട് കഴിയുമ്പോൾ പോലീസിനെ വിളിക്കും. ഉയർച്ചകളൊന്നുമില്ല. മറ്റുള്ളവൻ്റെ വീട്ടിൽ ചിലപ്പോൾ ബിരിയാണി മേടിച്ച് കഴിക്കുന്നുണ്ടാവും, നമുക്കിവിടെ കഞ്ഞിയായിരിക്കും കുടിക്കാൻ പറ്റുന്നുണ്ടാവുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇവിടെയൊക്കെ. ഇവിടെയുള്ളവരൊക്കെ ആണെങ്കിൽ ഏഷണിയും കുതിക്കണക്കും പറയാനായിട്ട് ഒരു ദിവസം ഒന്നുകൊന്നും മെച്ചം എന്ന് പറയുന്ന പോലെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇവിടെ പോപ്പുലേഷൻ കൂടുന്നല്ലേ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു പോയിന്റോട് പറഞ്ഞ് നിർത്തുവാണ്. മറ്റൊന്നുമല്ല, ദേ ആർ ഇന്റർ ഡിപ്പെൻഡന്റ് ടു അസ് എന്ന് പറയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ആ വാക്കിൻ്റെ അകത്ത് ഞാനും വിചാരിച്ചു, നമ്മൾ അവരെ ഡിപ്പെൻഡൻ്റ് ആണോ അവർ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, രണ്ടും അല്ലടാ, ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്, മീൻസ് നമ്മൾ തിരിച്ചു നിൽക്കേണ്ട. ഒരു പുള്ളിക്കാരൻ ആ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പുള്ളിയുടെ ആ ഒരു വേർഡ് നമ്മൾ എടുക്കണം എന്ന് തോന്നി. കാരണം ഇപ്പോൾ ഞാനൊക്കെ ജോലി ചെയ്യണ ആശുപത്രിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ വിചാരിച്ചാൽ ചിലപ്പോൾ മലയാളികൾ വിചാരിച്ചാലെന്ന് ഉദ്ദേശിക്കുന്നത് മലയാളികൾ അത്രയധികം ഉണ്ട്. അപ്പൊ ഈ മലയാളികളെല്ലാവരും ഇവരെ ഒരു ദിവസം നിങ്ങളെല്ലാവരും പൊക്കോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആശുപത്രി ചിലപ്പം ഒരു ദിവസം 2 ദിവസത്തേക്കൊക്കെ നിന്ന് കൂട്ടോ. കാരണം അത് അത്രയധികം സ്ട്രെങ്ത് ഉണ്ട്, മാൻ പവർ ഉണ്ട്. മലയാളി മാത്രമല്ല, എല്ലാവരും ഉണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മളാരും അങ്ങനെ നിർത്തണമെന്നോ ഒന്നും അല്ല കേട്ടോ പറയണത്. ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കരുതി ഇവിടെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ പരാജയമായിരിക്കും കേട്ടോ. അപ്പോൾ എന്നാ പറയണേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് നമ്മൾ അടിമകളാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് തോന്നുന്ന മറുപടി നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ലണ്ടൻ വിശേഷങ്ങളിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.